എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയാനുള്ളത്, നിലവിലിപ്പോൾ സൂപ്പർ കപ്പിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം. ആ ഒരു മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും ആദ്യമായും പറയാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിലാവട്ടെ സച്ചിൻ സുരേഷും അതേപോലെ തന്നെ 4 ഡിഫൻഡറായിക്കൊണ്ട് സന്ദീപ് സിംഗും ഹോർണിപ്പാമും ലെസ്കോവിച്ചും നവോച്ചോ സിംഗുമാണ്. അതേപോലെ തന്നെ 4 മിഡ്ഫീൽഡറായിക്കൊണ്ട് യോയിൻ ബിയും അതേപോലെ തന്നെ ഡാനിഷ് ഫാറൂഖും ഡെയ്സുകി സക്കായും നിഹാൽ സുധീഷുമാണ്. 2 സ്ട്രൈക്കർമാരായിക്കൊണ്ട് വിദ്യാസാഗർ സിംഗും അതേപോലെ തന്നെ ഡിമിട്രിയസ് നെമൻഡക്കോസുമാണ്. നിലവിലിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് ലീഡിൽ നിൽക്കുന്നത്. അതെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആവട്ടെ 4 ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സ് FC ആവട്ടെ 1 ഗോളുകളുമാണ് നിലവിലിപ്പോൾ അടിച്ചിട്ടുള്ളത്. മത്സരം 82-ാം മിനിറ്റിലേക്ക് ആയിട്ടുമുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു തോൽവി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു 10 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഷഹൽ അബ്ദുൾ സമദിനെ പറ്റിയാണ്. അതെ, താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കളിക്കാത്ത ഏകാന്തതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഫിറ്റായിരിക്കാനും ടീമിനെ പരമാവധി സഹായിക്കാനും ശ്രമിക്കുന്നു. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന് കളിക്കാൻ നല്ലോണം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ താരം കളിച്ചുകൊണ്ട് ടീമിനെ നല്ലൊരു ഉയർന്ന നിലയിൽ എത്തിക്കാനും താരത്തിന് നല്ലൊരു ആഗ്രഹം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പരുക്കുകളെല്ലാം മാറിക്കൊണ്ട് ഉടനെ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.